ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന മാത്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എന്താകുമെന്നാണ് ഈ ഒരു ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നു സമചതുരാകൃതിയാണ്. അതിന്റെ നീളം തന്നിരിക്കുന്നു 1 മീറ്റർ ആണെന്ന്. അതിന്റെ വില തന്നിരിക്കുന്നു 100 രൂപയാണെന്ന്. ഇവിടെ നമ്മൾ വില എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയയുമായിട്ടാണ് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സമചതുരമാണ് എന്ന് നമുക്കറിയാം. ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ ഒരു വശം എ ആണെങ്കിൽ അതിന്റെ എല്ലാ വശവും എ ആയിരിക്കും. അതായത് അവിടെ നമ്മൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് വശത്തിന്റെ സ്ക്വയർ എടുത്താൽ മതി. അതായത് എ സ്ക്വയർ എന്ന് എടുത്താൽ മതി. ഇവിടെ നീളം നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ട്, 1 മീറ്റർ ആണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ 1 സ്ക്വയർ എന്ന് വരും. അതായത് നമുക്ക് കിട്ടുക 1 മീറ്റർ സ്ക്വയർ എന്നാണ് അതിന്റെ ഏരിയ നമുക്ക് കിട്ടുക. 1 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ നമുക്ക് കിട്ടുക. ആ 1 മീറ്റർ സ്ക്വയർ തുണിക്കാണ് 100 രൂപ വില വരുന്നത്. എത്ര? 100 രൂപ വില വരുന്നത്. തുടർന്ന് ഈ ചോദ്യത്തിൽ പറയുന്നത് തുണിയുടെ പകുതി നീളം പകുതി വീതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വില എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് 1 ആയിരുന്നത് ഇപ്പോൾ എന്റെ സ്ഥാനത്ത് എത്രയായിട്ട് മാറും? 1/2 എന്നായിട്ട് മാറും. അതേപോലെ തന്നെ നീളവും വീതിയും എത്രയായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. അപ്പൊ ഇതൊരു സമചതുരമാണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലേക്ക് 1ന്റെ സ്ഥാനത്ത് നമ്മൾ 1/2 കൊടുത്താൽ 1/2 ഹോൾ സ്ക്വയർ വരും. അതായത് 1/4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 1 മീറ്ററിന് 100 രൂപയാണ്. 1/4 ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ വില എന്തായിരിക്കും? 100/4 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ 25 രൂപ എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ചിലരെങ്കിലും ഇത് പകുതിയാക്കി എന്ന് ചോദ്യത്തിൽ കണ്ടതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് 100ന്റെ പകുതി 50 എടുത്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു പോയ ഒരാൾ എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ പോയിട്ട് ഉത്തരത്തിലേക്ക് എത്തും. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 25 രൂപ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന് കറക്റ്റ് കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 5 + 3 × 8 - 12 / 4 = 3 എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഏതോ 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റുമ്പോഴാണ് കറക്റ്റ് ആ 3 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്ലസും മൈനസും എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്ലസും മൈനസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നാണ്. അതായത് 5 + 3 എന്നത് 5 - 3 × 8 മൈനസിന്റെ സ്ഥാനത്ത് പ്ലസ് ഇടുന്നു, 12 വരും, / 4 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്ത് 12 / 4 ആദ്യം ചെയ്യുക. അവിടെ നമുക്ക് 3 കിട്ടും. 8 × 3 ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് 24 കിട്ടും. അപ്പൊ 24 + 3 5 - 24 + 3 എന്നാണ് ഇപ്പോൾ വരിക. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും 3 എന്ന് പറയുന്ന ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടില്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ഓപ്ഷനിലേക്ക് വരാം. മൈനസും ഡിവിഷനുമാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അർത്ഥമാകുന്നത് എന്താണ്? മൈനസിനും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നാണ്. അതായത് 5 + 3 × 8 മൈനസ് ആണ്, അത് ഡിവിഷൻ ആക്കി മാറ്റുക. 12 ഡിവിഷൻ എന്താക്കി മാറ്റുക? മൈനസ് ആയിട്ട് മാറ്റുക. നോക്കുക, ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ 8 × 3 എന്ന് പറയുമ്പോൾ 24 ആണ്. 24 / 12 ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്താണ്? 5 + 2 - 4 എന്നായിട്ട് മാറി. 5 + 2 എത്രയാണോ? 7 ആണ്. 7 - 4 എത്രയാണോ? 3 ആണ്. കറക്റ്റ് നമുക്ക് 3 കിട്ടി. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അതായത് മൈനസും ഡിവിഷനുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത്. അപ്പൊ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും? 3 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക്, അതായത് ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം കാണുന്ന ഒരാളാണെങ്കിൽ, ഇത് ഓൾറെഡി കണ്ട ഒരാളാണെങ്കിൽ, പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ആദ്യമായിട്ട് പുതുതായിട്ടൊക്കെ PSC ഒക്കെ പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇനി ആ സംശയം വേണ്ട. ഈ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 സംഖ്യകളുടെ ലസാഗു 60ഉം ഉസാഗ 3. ഈ 2 സംഖ്യകൾ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് നമ്മൾ ചെയ്യാറുള്ളത്? LCM × HCF =
നമ്പർ 1 ഇൻറ്റു നമ്പർ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. LCM എന്ന് പറഞ്ഞാൽ ലസാഗു, അതുപോലെ HCF എന്ന് പറഞ്ഞാൽ ഉസാഗയാണ്. പിന്നെ നമ്പർ 1 നമ്പർ 2. ഇവിടെ രണ്ട് സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് 60 എന്ന് തന്നു. അപ്പോൾ LCMന്റെ സ്ഥാനത്ത് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉസാഗ എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് HCFന്റെ സ്ഥാനത്ത് 3 കൊടുക്കാം. ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് 12 എന്ന് ചോദ്യത്തിൽ തന്നതുകൊണ്ട് നമ്പർ 1 12 എന്ന് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ 2 ആണ്. ഇവിടെ നമ്മൾ ഇതിങ്ങനെ വിട്ടാണെങ്കിൽ ഇവിടെ 5 തവണ പോവും. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 13 3 ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 5 ഇൻറ്റു 3 ചെയ്താൽ കിട്ടുന്ന ഓപ്ഷൻ ഡി ആണ്. 15 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 83-ാം ചോദ്യം ഓപ്ഷൻ ഡി. ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു നമ്പർ 1 ഇൻറ്റു നമ്പർ 2. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ്, 15 ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എന്നതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. എ പ്ലസ് ബി ഓൾ സ്ക്വയറും പഠിക്കാറുണ്ട്, എ മൈനസ് ബി ഓൾ സ്ക്വയറും പഠിക്കാറുണ്ട്. ഇതിൽ ഏതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്? എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു പോർഷനിൽ എന്താണ് മൈനസ് വന്നതുകൊണ്ട്. കാരണം എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്നത് എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഈ ഒരു രൂപത്തിലല്ലേ? നോക്ക്, എന്റെ സ്ഥാനത്ത് 15ന്റെ സ്ക്വയർ, ബിന്റെ സ്ഥാനത്ത് 12ന്റെ സ്ക്വയർ, അതുപോലെ മൈനസ് 2 ഇൻറ്റു എന്റെ സ്ഥാനത്ത് 15 ഇൻറ്റു 12. ഇങ്ങനെയല്ലേ നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ഇതിനെ, അതായത് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എന്ന് പറയുന്ന ആ വലിയ ഇക്വേഷൻ നമുക്ക് ഇനി എന്താക്കി മാറ്റാം? 50 മൈനസ് 12 ഓൾ സ്ക്വയർ എന്നാക്കി മാറ്റാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 50 മൈനസ് 12 ഓൾ സ്ക്വയർ. 50 മൈനസ് 12 ഓൾ സ്ക്വയർ. 50 മൈനസ് 12 ചെയ്താൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്തുവാണോ? 3. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്തുവാ? 3. അപ്പോൾ അവിടെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്തൊക്കെയാണ്? എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം നാളെ ഒരു പരീക്ഷയ്ക്ക് 50 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എന്ന് നയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി ലിറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, ഇവിടെ 4 ഭാഗം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് വെള്ളമാണ്, 5 ഭാഗം എന്ന് പറയുന്നത് പാലാണ്. അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ് അല്ലെ? വെള്ളം ഈസ്റ്റു പാല് 4:5. ഇതിൽ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 80 മില്ലി ലിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഭാഗത്തിനാണ് 80 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എത്രയാണോ? 80/4. അപ്പോ നമുക്കിവിടെ എന്തെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. എത്ര? 20 മില്ലി ലിറ്റർ എന്ന് കിട്ടും. ഒരു ഭാഗത്തിന് 20 മില്ലി ലിറ്റർ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ? പാലിന്റെ അളവ്. 5 ഭാഗമാണ് പാല്, ഒരു ഭാഗം 20 മില്ലി ലിറ്റർ. അപ്പോ 5 ഭാഗം എന്താ? 5 ഇൻറ്റു 20 100 മില്ലി ലിറ്റർ. ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവൂലോ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ. 85-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ റേഷ്യോ മെത്തേഡിലൂടെ ചെയ്യുക. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ചെയ്യാറുള്ളതും കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങളല്ലേ. ഒരു പ്രാവശ്യം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തൊരു ചോദ്യം തന്നിരിക്കുകയാണ്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിട്ട് 32 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 മൈനസ് 2 നിന്ന് 20 കുറച്ചാൽ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം മാത്രം ഞാൻ പറയുന്നത് കേൾക്കുക. കാരണം എന്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാത്സ് എന്ന് പറയുന്ന ഭാഗം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാം, വീഡിയോ ഒന്ന് പസ് ചെയ്ത് വെക്കുക, അതിനുശേഷം ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 32 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 മൈനസ് 2 ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, 32 ഇൻറ്റു 10 എത്രയാ? 320. ഇവിടെ നോക്ക്, 10 മൈനസ് 2 എത്രയാ? 8. അപ്പോൾ 32 320 ഡിവൈഡ് ബൈ 8. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 40 എന്ന് കിട്ടി. എന്താ ചോദിച്ചിരിക്കുന്നത്?
40 എന്ന് പോയിട്ട് നീ പോയി കറപ്പിക്കും ഇല്ലേ, നമ്മളൊക്കെ പോയിട്ട് കറപ്പിക്കും. ഇതാ എനിക്ക് കിട്ടി 40, എന്താണ് ഉത്തരം. പക്ഷെ തെറ്റിപ്പോയി. കൃത്യമായി വായിച്ചു നോക്കണം. അതിൽ നിന്ന് 20 കുറയ്ക്കണം. 40 നിന്ന് 20 കുറച്ചാൽ എന്ത് കിട്ടുള്ളൂ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, അതായത് 20 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 86ാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ സിമ്പിളായിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കണം. നമുക്കറിയാവുന്ന ഒരു ചോദ്യം പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8. ഇതും നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പഠിച്ചു, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എന്തുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ എടുക്കാൻ കാരണം? 6.4 മൈനസ് 3.6 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, എന്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? 6.4 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 6.4 പ്ലസ് 3.6 എന്ന് വരും ഇൻറ്റു എ മൈനസ് ബി, അതായത് 6.4 മൈനസ് 3.6 എന്ന് വരും ഡിവൈഡഡ് ബൈ 2.8 എന്ന് വരും. അപ്പോൾ 6.4 പ്ലസ് 3.6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ നോക്കാം, 6+4 എന്ന് പറയുന്നത് 6+4 എന്ന് പറയുന്നത് നമുക്ക് അവിടെ 1 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 0 വരും. പിന്നെ 6 3 9, 9നോട് 1 കൂട്ടിയാൽ 10. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 10 ഇൻറ്റു 6.4 മൈനസ് 3.6 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 2.8 എന്നാണ് കിട്ടുക അല്ലെ. 6.4 മൈനസ് 3.6 ചെയ്യുമ്പോൾ നമുക്ക് 2.8. താഴെ ഒരു 2.8 ഇല്ലേ, ഇതും വെട്ടും. ഫൈനൽ ആൻസർ 10 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറേ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഉത്തരം തന്നെ ചിലപ്പോൾ നമുക്ക് അവസാനം കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സമഭുജ ത്രികോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് നമുക്കറിയാം. മറ്റൊന്നും ഇവിടെ തന്നിരിക്കുന്നത് സമചതുരമാണ്, അതിന്റെയും എല്ലാ വശങ്ങളും തുല്യമാണ്. ചുറ്റളവാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ വശങ്ങളും കൂട്ടിയാൽ കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ ഇതിന്റെ 4 വശങ്ങളും കൂട്ടിയാൽ കിട്ടുന്നത്. നമ്മുടെ ചോദ്യത്തിൽ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 16.3 തന്നിട്ടുണ്ട്. അപ്പൊ 3 വശങ്ങളും കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? 16.3 ഇൻറ്റു 3 ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ സമചതുരത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ 12.1 എന്നാണ് തന്നിരിക്കുന്നത് ഒരു വശം. അപ്പൊ 4 വശം എന്താണ്? 12.1 ആയിരിക്കും. ചുറ്റളവ് എന്ന് പറയുമ്പോൾ 12.1 ഇൻറ്റു 4 ചെയ്താൽ മതി. ഇവിടെ 16.3 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9.63 18, പിന്നെ 48.9 കിട്ടും. മൈനസ് 12.1 ഇൻറ്റു 4 ചെയ്താലോ 4 വരും, 8 വരും, 48.4. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 0.5, 0.5. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ അതല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ എന്താണ് സമഭുജ ത്രികോണം, എന്താണ് സമചതുരം, ഇത് അറിയാമെങ്കിൽ, അതിന്റെ ചുറ്റളവ് എന്താണെന്ന് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 7575 ആണ്. 7575. അങ്ങനെയാണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 60 10 രൂപ നോട്ടുകളുണ്ട്. അതിൽ ഒരു നോട്ടിന്റെ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്ന 7575 എന്ന് പറയുന്നത്. പലപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്നാൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം. എന്താണ്? 7575 നമ്മൾ പോയിട്ട് 60 കൂട്ടും. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ 5 വരും. 7 6 13, ശിഷ്ടം 1. നമുക്ക് ഇവിടെ കിട്ടുക 7635 എന്ന് കിട്ടും. പക്ഷേ നമ്മുടെ കൈവശമുള്ള 60 രൂപ നോട്ടാണ്, അതായത് 60 നോട്ടാണ് നമ്മുടെ കൈവശമുള്ളത്.
ഇപ്പോൾ എത്രണ്ണായി? 61 നോട്ടായി അല്ലേ? ഈ ഒരു നോട്ടും കൂടെ നമ്മൾ കൂട്ടി പിന്നെ ഒരു 60 നോട്ട് കൂട്ടിയാൽ 61ാമത്തെ നോട്ടിന്റെ വിലയാണ് ഈ നമ്പർ ആയിരിക്കും 7635 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. അതായത് 7634 എന്നായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7575 എന്ന് പറയുന്ന ഒരു നോട്ട് നമ്മുടെ കൈവശമുണ്ട്. അതിനോട് 60 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 61ാമത്തെ നോട്ടിന്റെ വിലയാണ് 7635 എന്ന് കിട്ടുക. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കൈവശമുള്ളത് ആകെ എത്രയേ ഉള്ളൂ? 60 നോട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനോട് ഒന്ന് കുറയ്ക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7575നോട് 59 കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7634 എന്ന് പറയുന്ന ഉത്തരമാണ് കിട്ടുക. അപ്പൊ ചിലരെങ്കിലും പരീക്ഷ ഹാളിൽ വെച്ചിട്ട് ആ ഒരു ടെൻഷന്റെ ഒക്കെ സമയത്ത് നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. 75 പ്ലസ് 60 ചെയ്തിട്ട് ഓപ്ഷൻ സി പോയിട്ട് കറപ്പിക്കും. ആത്മവിശ്വാസത്തോടു കൂടി പുറത്തു വരും. ഫൈനൽ കീ ഒക്കെ നോക്കുമ്പോൾ തെറ്റിപ്പോകും. അപ്പൊ ഇത് ഇനി തെറ്റാൻ പാടില്ല. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ 7575നോട് 59 ഒന്നെങ്കിൽ കൂട്ടുക. അതല്ലെങ്കിൽ 7575നോട് 60 കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കുക. എന്തുകൊണ്ടാണ് കുറച്ചതെന്ന് മനസ്സിലായല്ലോ? ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1, 5, 11, 19, 29 അതിനുശേഷം വരുന്ന സംഖ്യയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ 1ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 കിട്ടി. 5ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 കിട്ടും. 11ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 കിട്ടും. 19ഉം 29ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ലോജിക്ക് മനസ്സിലായി. ഡിഫറൻസിനോട് 2 കൂട്ടുമ്പോൾ അടുത്ത ഡിഫറൻസ്, അതിനോട് വീണ്ടും 2 കൂട്ടുമ്പോൾ അടുത്ത ഡിഫറൻസ്, അതിനോട് വീണ്ടും 2 കൂട്ടുമ്പോൾ അടുത്ത ഡിഫറൻസ്. അപ്പോൾ 29ഉം നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 10നോട് 2 കൂട്ടിയാൽ കിട്ടുന്ന 12 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ ഉത്തരം. 29 പ്ലസ് 12 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? 29 പ്ലസ് 12, 9ഉം 2ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. പിന്നെ 2ഉം 1ഉം 3 പ്ലസ് 1 41. 41 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി 41. ഓപ്ഷൻ ഡി ആണ് 90ാമത്തെ ചോദ്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യം ചെയ്യാം ഈ ഒരു ക്ലാസ്സിലെ. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നത് എങ്ങനെ എഴുതാം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം ആദ്യം നമ്മൾ ഫയലിൽ നിന്ന് എങ്ങനെയാണ് UROV ഫോം ചെയ്തതെന്ന് ആദ്യം നോക്കുക. ഇവിടെ നോക്കുക, എഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ 1, 2, 3, 4, 5 6ാമത്തെ നമ്പറാണ്. 6ാമത്തെ ലെറ്ററാണ് എഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് യു എന്ന് പറയുന്നത് പിറകിൽ നിന്ന് 1, 2, 3, 4, 5, 6 6ാമത്തെ ലെറ്ററാണ്. അപ്പോൾ അവിടെ എഫിന്റെ സ്ഥാനത്ത് യു വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 മുമ്പിൽ നിന്ന് 9ാമത്തത്. അപ്പോൾ പിറകിൽ നിന്ന് 9ാമത്തെ ഏതാ? 1, 2, 3, 4, 5, 6, 7, 8, 9 6 വരിക. ഇപ്പോൾ ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടി. FUR അതായത് എഫിന്റെ സ്ഥാനത്ത് യു എങ്ങനെയാണ് എഴുതിയത്, ഐന്റെ സ്ഥാനത്ത് ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സോർ എന്ന് പറയുന്നത് SOUR ആണ്. എസ് എന്ന് പറയുന്നത് മുമ്പിൽ നിന്ന് എത്രാമത്തെ ലെറ്ററാണെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 19ാമത്തെ ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. എത്രാമത്തെ? 19ാമത്തെ. അങ്ങനെയാണെങ്കിൽ പിറകിൽ നിന്ന് 19ാമത്തെ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 എച്ച് ആണ് വരിക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എച്ച് വെച്ചിട്ടുള്ള ഒരു കോഡാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഓപ്ഷൻ ബി മാത്രമേ അങ്ങനെയുള്ളൂ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡിങ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് അത് കോഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇങ്ങനെ ഒരു അക്ഷരമാല A to Z നമ്മുടെ പേപ്പറിലൊന്ന് എഴുതി വെക്കേണ്ടത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റാതെ കിട്ടും. അല്ലാതെ നമ്മൾ ചില കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ആ കോഡൊക്കെ ആദ്യമായിട്ട് കേട്ടിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കോഡിലൂടെ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇത് എഴുതിയിട്ടും കൂടെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നിൽക്കും. അതിലും ഭേദം നേരെ പോയിട്ട് അക്ഷരമാല എഴുതിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക്, അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. വളരെ നല്ല കുറച്ച് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന ഭാഗം എളുപ്പമാക്കാനുള്ളത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിലറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ
ഗൈഡൊക്കെ നോക്കിയിട്ട് ആ ബേസിക് ഒക്കെ പഠിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ തുടർന്നുള്ള മാത്സിലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.